എല്ലാവർക്കും നമസ്കാരം. ഭഗവാൻ കൃഷ്ണൻ തുടർന്ന് പറയുന്നു, അല്ലയോ അർജുന, ഭൗതിക ശരീരത്തിന് നിലനിൽപ്പില്ല. അത് ഇല്ലാത്തതായ ഒന്നാണ്. സനാതനമായതിന്, അതായത് ആത്മാവിന് നാശവുമില്ല. തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരാണ്. രണ്ടിൻ്റെയും സ്വഭാവങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമാണ് അവർ ഈ സത്യം അംഗീകരിച്ചിട്ടുള്ളത്. ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്ന അനശ്വരനായ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ശരീരത്തിലെ സത്തായതിന്, അതായത് ആത്മാവിന് ഒരിക്കലും നാശമില്ലെന്നുള്ള കാര്യം നീ അറിയുക. അല്ലയോ പാർത്ഥ, ഈ ഭൗതിക ദേഹത്തിന് മാത്രമേ നാശമുള്ളൂ. അതിനുള്ളിൽ വാഴുന്ന ജീവാത്മാവ് ശാശ്വതനാണ്. അതിനൊരിക്കലും നാശമില്ലാത്തതാണ്. ആയതിനാൽ നീ ഈ ചിന്ത വെടിഞ്ഞ് യുദ്ധം ചെയ്യുക എന്ന്. ഇനി മലയാള പരിഭാഷ. ഇല്ലാത്തതുണ്ടെന്ന തോന്നലതുമില്ലല്ലോ, ഇല്ലായ്മയില്ലാത്തതാണല്ലോ ശാശ്വതം. ഈ രണ്ടവസ്ഥയും കണ്ടിട്ടു ചൊല്ലിയോരല്ലയോ തത്വത്തെ ദർശിച്ച പണ്ഡിതൻ. യാതൊന്നിലാലൊരു ദേഹം നിറയുന്നു, ആയതോ നാശമില്ലാതറിഞ്ഞിട്ടു. ആയതാം ആത്മാവതിനെ ഛേദിക്കുവാനില്ല പാർത്ഥ, നീ ശക്തനുമല്ലടോ. ശാശ്വതനാണവൻ, നാശമില്ലാത്തവൻ ആരാലുമാകില്ല അതിനെ അളക്കുവാൻ. ദേഹത്തിനുള്ളൊരു നാശമതോ വെറും തോന്നലാണായതുകൊണ്ട് നീ പോരിടൂ അർജുന. എല്ലാവർക്കും നന്ദി, നമസ്കാരം.